CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ കസേരയിലിരിക്കുന്നത് സ്പിരിറ്റ് കച്ചവടക്കാരനെന്ന് മുൻ MLA-യും CPM നേതാവുമായ PK ശശി. കോടിയേരി സഖാക്കളെ ചേർത്ത് നിർത്തിയിരുന്നു എന്നും എന്നാൽ ഇപ്പോൾ പാർട്ടിയിൽ ആ കരുതൽ ഇല്ലെന്നും ശശി പറഞ്ഞു. 1000-ലേറെ പേർ പങ്കെടുത്ത CPM വിമത കൺവെൻഷനിലാണ് ശശിയുടെ കടുത്ത വിമർശനങ്ങൾ. PK ശശിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. PK ശശി ഒന്നിനും കൊള്ളാത്തൊരുത്തനാണെന്നും അദ്ദേഹത്തെ മുഖവിലക്കെടുക്കുന്നില്ലെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. വിമത നീക്കത്തിന്റെ പേരിൽ PK ശശിയെ CPM-ൽ നിന്ന് പുറത്താക്കി. ഇളുമ്പുളശ്ശേരി ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ സ്മാരക ഗവൺമെന്റ് ITI-യിൽ പുതുതായി നിർമ്മിച്ച വർക്ക്ഷോപ്പ് ക്ലാസ് റൂം കെട്ടിടം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. 1 കോടി രൂപ ചിലവഴിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. മന്ത്രഘോഷങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവിലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് കൊടിയേറി. തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത്. പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ കസേരയിലിരിക്കുന്നത് സ്പിരിറ്റ് കച്ചവടക്കാരനാണെന്ന് മുൻ MLA-യും CPM നേതാവുമായ PK ശശി. കോടിയേരി സഖാക്കളെ ചേർത്തു നിർത്തിയിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ പാർട്ടിയിൽ ആ കരുതലില്ലെന്നും ശശി പറഞ്ഞു. 1000-ലേറെ പേർ പങ്കെടുത്ത CPM വിമത കൺവെൻഷനിലാണ് ശശിയുടെ കടുത്ത വിമർശനങ്ങൾ. 2 മുൻ ഏരിയ സെക്രട്ടറിമാർ അടക്കമുള്ള പ്രമുഖരെ പങ്കെടുപ്പിച്ചാണ് CPM വിമതർ പാലക്കാട്ട് കൺവെൻഷൻ നടത്തിയത്. PK ശശിയെ പോലെ ഒരു പ്രമുഖ നേതാവ് എത്തിയതോടെ കൺവെൻഷൻ ശ്രദ്ധ നേടി. 7 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള നേതാക്കൾ ഒപ്പമുണ്ടെന്ന് ശശി കൺവെൻഷനിൽ പ്രഖ്യാപിച്ചു. ഇതിന് ഇന്നല്ലെങ്കിൽ നാളെ പരിഹാരം ഉണ്ടാകണ്ടേ? വേണ്ടേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ ഇത്? നിങ്ങളുടെ പാർട്ടിയല്ലേ? ഞാൻ പറയാം, ഈ ധിക്കാരവും തോന്നിവാസവും എല്ലാം അധികാരം കയ്യിലുണ്ടെന്ന് വെച്ച് എന്തൊക്കെ തോന്നിവാസം. പാലക്കാട് നടക്കുന്നത് വിമത കൺവെൻഷൻ അല്ലെന്നും വിപ്ലവകാരികളുടെ കൺവെൻഷൻ ആണെന്നും PK ശശി പറഞ്ഞു. ഇനിയും ക്ഷമിക്കാൻ സാധ്യമല്ലാത്ത പ്രസംഗത്തിൽ CPM പാലക്കാട് ജില്ലാ നേതൃത്വത്തിനെതിരെ ശശി ശക്തമായി ആഞ്ഞടിച്ചു. ഈ തെമ്മാടിത്തരങ്ങളൊക്കെ അനുസരിക്കുന്നവർക്ക് മാത്രമേ പാലക്കാട് ജില്ലയിലെ CPIM-ൽ നിൽക്കാൻ പറ്റൂ എങ്കിൽ ഞാനൊരു കാര്യം പറയുന്നു, നിങ്ങളുടെ ധിക്കാരത്തിന്റെ മുമ്പിൽ വായ പൊത്തി നിൽക്കാൻ നായ്ക്കളെ കിട്ടും, ഉശിരുള്ള ഒറ്റ കമ്മ്യൂണിസ്റ്റുകാരനെ കിട്ടില്ല എന്ന വിവരം അറിയിക്കാൻ. പുറകെ നടക്കാൻ, വാലാട്ടി നടക്കാൻ നായ്ക്കളെ കിട്ടും നിങ്ങൾക്ക്, പക്ഷെ ഉശിരുള്ള ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനെ കിട്ടില്ല. ഈ വികാരം മുഴുവൻ നേതൃത്വം മനസ്സിലാക്കണം. മനസ്സിലാക്കുന്നില്ല എന്ന പരാതിയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളിപ്പോ സ്റ്റേറ്റ് നേതൃത്വത്തിനെ സംബന്ധിച്ച് അര വാക്ക് ഞങ്ങൾ പറയും. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുകയും ചെയ്തു. നിരവധി പ്രമുഖർ ഇരുന്ന കസേരയിലാണ് ഒരു സ്പിരിറ്റ് കച്ചവടക്കാരൻ ഇരിക്കുന്നതെന്നും PK ശശി പറഞ്ഞു. ഈ പാർട്ടിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. ഈ പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു സഖാവ് PP കൃഷ്ണൻ, സഖാവ് NK കൃഷ്ണൻ, സഖാവ് സുദാസ് മേനോൻ, സഖാവ് EM ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ജനകീയരായ നേതാക്കൾ ഇരുന്ന കസേരയിലാണ് ഒരു സ്പിരിറ്റ് കച്ചവടക്കാരൻ ഇരിക്കുന്നത്.
പാലക്കാട് ജില്ലയിലെ നേതാക്കളെ പേരെടുത്ത് പറഞ്ഞും PM ആർഷോയെ പോലുള്ളവരെ പേരെടുത്ത് പറയാതെ ആക്ഷേപിച്ചുമായിരുന്നു ശശിയുടെ പ്രസംഗം. പിന്നെ എറണാകുളത്ത് നിന്നൊരു ശബ്ദം വന്നിട്ടുണ്ട്. ഓരെങ്ങനെയെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് കഞ്ചാവടി ഇങ്ങനെ നിവർന്നു നിൽക്കില്ല, അടുത്ത് നിൽക്കുന്ന ആളെ മേൽ ചാരിട്ട് നിൽക്കുക. കാരണം എപ്പോഴാ വീടെന്ന് പറയാൻ ചാരി നിന്നിട്ടാ അവന്റെ പ്രസംഗം. ഈ ധിക്കാരവും രണ്ടും ധിക്കാരവും മറുപടിയും ഒക്കെ നടത്തുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾക്കെതിരായി പറയുമ്പോൾ ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ഞങ്ങളുടെ തടിമിടുക്കിന്റെ പവർ കൊണ്ടല്ല, ഞങ്ങളെയൊക്കെ ജീവനെ പോലെ സ്നേഹിക്കുന്ന, ഞങ്ങൾക്കൊക്കെ രക്ഷാകവചമൊരുക്കാൻ ശേഷിയുള്ള 100 കണക്കിന് വരുന്ന സഖാക്കളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ആരോഗ്യം മെച്ചപ്പെടാൻ ബലാരിഷ്ടം കഴിക്കണ്ട. ഇത് മനസ്സിലാക്കിയില്ലെങ്കിലോ ബലാകുലിച്ചാൽ എണ്ണറ്റിട്ട് ആഴ്ചകളോളം കിടക്കേണ്ടി വരും കേട്ടാ. സംസ്ഥാന നേതാക്കളെ കുറ്റപ്പെടുത്തിയില്ല എങ്കിലും പാലക്കാട്ടെ നേതൃത്വത്തെ തിരുത്തിയാൽ മാത്രം ഇനി ഒന്നിച്ചു നീങ്ങാമെന്ന് ശശി പറഞ്ഞു. എല്ലാ നെടുവീർപ്പുകൾക്കും ഒരു അന്ത്യമുണ്ട്, എല്ലാ നിലവിളികൾക്കും ഒരു അവസാനമുണ്ട്. ഒരു നാൾ ഈ സ്പിരിറ്റ് കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് ഈ കസേര ജനങ്ങൾ തട്ടിപ്പറിക്കും. ജനങ്ങളാണ് ശരി, നിങ്ങളല്ല ശരി. ജനങ്ങളാണ് ശരി, ജനങ്ങളെ ശരിയുള്ളൂ. അവരാണ് അവസാനത്തെ വിധികർത്താക്കൾ. ഒരു സംശയവും വേണ്ട. എന്ത് അധികാരം കയ്യിലുണ്ടായിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളോട് പറയാം, കാലം തുടലഴിക്കുന്ന ഒരു കൊടുങ്കാറ്റായി മാറുമ്പോ തകർന്നു പോകാത്ത ഒരു കൊട്ടാരമതിലും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. തെറിച്ചു പോകാത്ത ഒരു അധികാരപീഠവും ഈ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെയല്ലേ സ്പിരിറ്റ് കച്ചവടക്കാരന്റെ കസേര. ഇതിന്റെ മുമ്പിലൊക്കെ ഈ ജനകീയ മുന്നേറ്റത്തിന്റെ മുമ്പിൽ ഒരു അധികാരത്തിന് നിലനിൽക്കാനാകില്ല എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാർട്ടിയുമായി സമീപകാലത്ത് ബന്ധം അവസാനിപ്പിച്ചവരാണ് കൺവെൻഷനിൽ പങ്കെടുത്തവർ ഏറെയും. CCN മണ്ണാർക്കാട്. PK ശശിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. PK ശശി ഒന്നിനും കൊള്ളാത്ത ഒരുത്തനാണെന്നും അദ്ദേഹത്തെ മുഖവിലക്കെടുക്കുന്നില്ലെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. വിമത നീക്കത്തിന്റെ പേരിൽ PK ശശിയെ CPM-ൽ നിന്ന് പുറത്താക്കി. ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ നിങ്ങൾ നല്ല പത്രപ്രവർത്തകരാണ്. ഏത് കാര്യം പൊതുസമൂഹത്തിൽ വെളിച്ചത്ത് കൊണ്ടുവരാൻ നന്നായി പരിശ്രമം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എന്തെങ്കിലും അത്തരത്തിലൊരു കാര്യം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന കാലം മുതലുള്ള എൻ്റെ സമ്പത്തും എൻ്റെ എല്ലാം ഒന്ന് അന്വേഷിക്കുക. ഒരു തരി മണ്ണിൻ്റെ വലുപ്പമോ ഞാൻ ജീവിക്കുന്ന എൻ്റെ ഭാര്യയുടെ വരുമാനത്തിൽ നിന്നും അധികമായി എന്തെങ്കിലും ഒരു തരിയുടെ സമ്പത്തിൻ്റെ വലുപ്പമോ എൻ്റെ കുടുംബത്തിലോ എൻ്റെ വ്യക്തി ജീവിതത്തിലോ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാലും ഞാനിപ്പോൾ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. എന്നാൽ PK ശശി അതിന് തയ്യാറാവുമോ? PK ശശിയുടെ പൊതുജീവിതം ആരംഭിക്കുന്ന കാലം മുതൽ ഇന്ന് ദിവസം വരെയുള്ള അയാളുടെ സമ്പത്ത് അങ്ങോട്ട് എടുത്ത് പരിശോധിക്കുക. ഞാൻ വേണമെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ തെളിവില്ല, ഞാൻ തെളിവുകളൊക്കെ വിളിച്ചു തരാം. ഞങ്ങൾ അന്വേഷിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ. PK ശശി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ നടപടിയെടുക്കുക, തിരിച്ചു വരിക, നടപടിയെടുക്കുക, തിരുത്തി പറഞ്ഞ് തിരിച്ചു വരിക, ഇതായിരുന്നല്ലോ. ഇങ്ങനെ ഒരാൾ പാലക്കാട് ജില്ലയിലില്ല. അത് SFI കാലം മുതൽ അങ്ങനെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാളുടെ എല്ലാം പ്രസ്താവനയെ മുഖവിലക്കെടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെ ഒരു തരത്തിലും മുഖവിലക്കെടുക്കുന്നില്ല, വളരെ നിസ്സാരമായി അവഗണിച്ചു തള്ളുന്നു എന്നുള്ളതാണ് എൻ്റെ ഭാഗത്തുള്ളത്. പലരും പാർട്ടി വിടുമ്പം പലതരത്തിലുള്ള സിംഗിൾ ഇഷ്യൂസ് ഉണ്ടാവും, ആശയപരമായ പ്രശ്നങ്ങളുണ്ടാവും, എന്തെങ്കിലും സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാവും. ഇക്കാര്യത്തിൽ താങ്കളെ വ്യക്തിപരമായി താങ്കളുടെ നേരത്തെ പറഞ്ഞ പോലെ സ്പിരിറ്റ് കച്ചവടമാണ് എന്നത്, അതിനപ്പുറം വ്യക്തിപരമായി ചിറ്റൂരിലുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ശശി ഉന്നയിക്കുന്നു. അതെ, എൻ്റെ പൊതുജീവിതം ഉള്ളത് ചിറ്റൂരാണല്ലോ, ചിറ്റൂർ കേന്ദ്രമാണല്ലോ. മണ്ണാർക്കാട് പോയി ശശിനിയും അന്വേഷിക്കുക, ചിറ്റൂർ വന്ന് സുരേഷ് ബാബുവിനെ അന്വേഷിക്കുക എന്ന് ഞാൻ അതല്ലേ പറഞ്ഞത്. നിങ്ങൾക്കല്ലേ അതിൻ്റെ ഏറ്റവും എളുപ്പമാർഗം. നിങ്ങളോടല്ലേ ഞാൻ പറയുന്നത്. അതായത് പത്രപ്രവർത്തകർ, ഞങ്ങളെ നിരന്തരം വിമർശിക്കുന്ന പത്രപ്രവർത്തകരോടാ. ഞങ്ങളുടെ ശരിതെറ്റുകളെ കൃത്യമായി പൊതുസമൂഹത്തിൽ കുറച്ചുകൂടി നന്നായി
വലിപ്പത്തിൽ അവതരിപ്പിക്കുന്ന ആളുകളാണ് നിങ്ങൾ കുറച്ചുകൂടി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ശശിയോടല്ല, ശശി പോട്ടെ, ശശിയിൽ ഒന്നും പറ്റാത്തൊരുത്തൻ, അതിനൊന്നും ഞാൻ മുഖവലിക്കെടുക്കുന്നില്ല ശശിനെ. നിങ്ങളോട് ഞാൻ പറയുന്നു, എൻ്റെ പൊതുജീവിതത്തിൽ ഈ പറഞ്ഞ ആരോപണം തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു തരി നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ കേൾക്കാം. CCN മണ്ണാർക്കാട്. പുറത്താക്കുക എന്നത് പാർട്ടിക്കകത്തെ പ്രശ്നം പരിഹരിക്കുന്നതിനു പകരം എളുപ്പത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം തേടലാണെന്ന് PK ശശി. ഏതെങ്കിലും നേതാവിന്റെ പെട്ടിയെടുക്കാനോ പിന്നാലെ പോകാനോ ഓച്ചാനിച്ചു നിൽക്കാനോ കുടപിടിക്കാനോ PK ശശി ആയുസിൽ തയ്യാറല്ലെന്നും ശശി മാധ്യമങ്ങളോട് പറഞ്ഞു. നിങ്ങൾ എന്നെ അല്ലല്ല, ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകര് എന്നെ കാണാൻ തുടങ്ങിയിട്ട് കാലത്തിലായി. ഏതെങ്കിലും ഒരു നേതാവിന്റെ പെട്ടിയെടുക്കാനോ അതിന്റെ പുറകെ പോകാനോ ഓച്ചാനിച്ച് നിൽക്കാനോ കുടപിടിക്കാനോ ആയുസിൽ ഇന്ന് വരെ തയ്യാറായിട്ടില്ല ശശി. ശശി മരിക്കുന്നത് വരെ തയ്യാറാവില്ല. ഒരാളെ പുറത്താക്കിയത് കൊണ്ട് അവരൊന്നും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരമുണ്ടാകില്ല. താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതിന് പാർട്ടി അറിഞ്ഞു നൽകിയ സ്ഥാനമാനങ്ങളാണ് തനിക്ക് ലഭിച്ചത്, അല്ലാതെ ഇവന്റെയൊന്നും സൗജന്യമല്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ വിമർശനത്തിന് മറുപടിയായി PK ശശി പറഞ്ഞു. പല ആരോപണങ്ങൾ അത് ഇവന്റെ ഒന്നും സൗജന്യത്തിന്റെ ഭാഗമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച സന്ദർഭത്തിൽ ഈ പാർട്ടി അറിഞ്ഞു നൽകിയതാണ്. പാർട്ടിയോട് ആവശ്യപ്പെട്ട് നൽകിയതല്ല, അറിഞ്ഞു നൽകിയ സ്ഥാനങ്ങളാണ്. ആ സ്ഥാനങ്ങളൊക്കെ ശരിയായ രൂപത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതില് പെട്ടിതൂക്കികളായ ആളുകൾക്ക് എല്ലാ സ്ഥാനമാനങ്ങളും കൊടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഏതെങ്കിലും നേതാവിന്റെ പെട്ടിയെടുക്കാനോ പിന്നാലെ പോകാനോ ഓച്ചാനിച്ച് നിൽക്കാനോ കുടപിടിക്കാനോ PK ശശി ആയുസിൽ ഇതുവരെ തയ്യാറായിട്ടില്ല. ശശി മരിക്കുന്നതുവരെ അതിന് തയ്യാറാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള അധികാരം അവരുടെ കയ്യിലാണ് ഈ സംവിധാനം എന്നുള്ളതുകൊണ്ട് അവർക്ക് പുറത്താക്കാനുള്ള സമ്പൂർണമായ അധികാരം അവർക്കുണ്ട്. ഇതെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മള്. കാരണം സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മളൊരു കൺവെൻഷൻ വിളിച്ചു കൂട്ടുന്നു, കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നു. ആ കൺവെൻഷൻ വിളിക്കുന്ന സഖാക്കളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം അവർ എളുപ്പത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗം ചെയ്യണം. ഈ ആളെങ്ങ് പുറത്താക്കിയാൽ മതി. പക്ഷെ ഈ ഒരാളെ പുറത്താക്കിയത് കൊണ്ട് അവരൊന്നും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരം ഉണ്ടാവില്ല. തനിക്കെതിരായ ആരോപണങ്ങളെല്ലാം കെട്ടിച്ചമച്ചതാണ്. സുരേഷ് ബാബുവിന് തന്നോട് വ്യക്തിപരമായ പ്രശ്നങ്ങളാണ്. ആരോപണങ്ങൾ തെളിയിക്കാനുള്ള സുരേഷ് ബാബുവിന്റെ വെല്ലുവിളി സ്വീകരിക്കുന്നുവെന്നും PK ശശി പറഞ്ഞു. പിന്നെ സാമ്പത്തിക ആരോപണം ചിരിച്ചത് ഞാൻ ചോദിക്കട്ടെ, ശശിയെ പറ്റിയിട്ട് സാമ്പത്തിക ആരോപണം ഈ ദുനിയാവിൽ ആരെങ്കിലും പറഞ്ഞാൽ എന്നെ അറിയുന്ന ആരെങ്കിലും അംഗീകരിക്കുന്നു? എന്നെയും എന്റെ കുടുംബത്തെയും അറിയുന്ന ഏതെങ്കിലും ഒരാള് ഈ ദുനിയാവിൽ അംഗീകരിക്കും? വിശ്വസിക്കുന്നത് ഏതെങ്കിലും തെളിവുണ്ടോ ഇവരുടെ കയ്യിൽ? ഇത് ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. സഖാക്കളോട് പച്ച നോണ. പാർട്ടി അതാണ് ഞാനൊരു എന്റെ പ്രസംഗത്തിൽ ഒരു ഭാഗം പറഞ്ഞു. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ലെന്നായിരുന്നു. കാരണം കമ്മിറ്റിയിൽ പോകുന്നു, കമ്മിറ്റിയിൽ കുറെ ആളുകളെ പിടിക്കുക, സ്വകാര്യം എന്നെ അന്നതാക്കാം, ഓഫർ കൊടുക്കുക, അവരെ കൊണ്ട് പരാതി എഴുതിപ്പിക്കുകയാണ്. അതിന്റെ മുകളിൽ ഇഷ്ടമുള്ളൊരു കമ്മീഷനെ വെക്കുകയാണ്. കമ്മീഷനെ ആരെങ്കിലും വെക്കില്ല, ഇയാൾക്ക് താല്പര്യമുള്ള ആളുകളെ കമ്മീഷനാക്കും. സംശയം എന്താ? അയാൾ അടങ്ങുന്ന റാക്കറ്റ് ഉണ്ട് അവിടെ. അതുകൊണ്ട് ഒരു ജില്ലാ സെക്രട്ടറിയുടെ മാത്രം അയാൾ പ്രധാന പ്രതി, അയാളെ മാത്രം മാറ്റിയത് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കില്ല. എന്തെല്ലാം തരത്തിലുള്ള ഭീഷണിയാ വരുന്നത്? ഭീഷണിക്കുന്ന ഒരു പുൽക്കൊടിന്റെ വില പോലും നമ്മളാരും കൽപ്പിക്കില്ല. അതൊക്കെ എത്ര കണ്ടതാ. കാരണം എന്താണെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ CPIM-ന്റെ നേതൃത്വം ഇപ്പൊ സ്വീകരിക്കുന്ന നിലപാട് കഴിവുള്ള ഒരാളെ അംഗീകരിക്കില്ല, മന്ദന്മാരെയാണ് ഈ പാർട്ടിക്ക് വേണ്ടത്. പച്ചക്ക് ഞാൻ പറഞ്ഞുതരാം, മന്ദന്മാരെ വേണം, ഒന്നിനും കൊള്ളാത്തവരാണ്, ചപ്പുകളെയാണ് വേണ്ടത്. കുശിലുള്ള ആളെ പറ്റില്ല. ആരടാന്ന് ചോദിച്ചാൽ നിവർന്ന് വന്ന് നെഞ്ഞു വിരിച്ച് ഞാനടാ എന്ന് പറയുന്ന ഒരാളെയും ഈ പാർട്ടിക്ക് ഇപ്പൊ വേണ്ട. മന്ദന്മാരെ പറഞ്ഞത് അപ്പടി പെട്ടിയെടുക്കുന്ന ആളുകളെ വേണം. പെട്ടിയെടുക്കാനൊക്കെ. CCN മണ്ണാർക്കാട്. മന്ത്രഘോഷങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവിലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് കൊടിയേറി. തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത്.
മേൽശാന്തി തെക്കുംപറമ്പത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനായി. കൊടിയേറ്റത്തിന് മുന്നോടിയായി വിശേഷാൽ പൂജകളും ദ്രവ്യകലശ ആറാട്ടും ഭക്തി നിർഭരമായി പൂർത്തിയായിരുന്നു. ഒന്നാം വിളക്കുത്സവ ദിനമായ വൈകുന്നേരം വാദ്യകലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥികളുടെ സോപാന സംഗീതം, ഇടയ്ക്ക എന്നിവയുടെ അരങ്ങേറ്റവും നടന്നു. തുടർന്ന് പ്രിയ രാജീവ്, സൂരജ് മാരാർ എന്നിവരുടെ സോപാന സംഗീത ആലാപനവും KSSPU യൂണിറ്റിന്റെ തിരുവാതിരക്കളി ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇനി വരുന്ന 10 ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ വിവിധ പൂജകളും കലാസന്ധ്യകളും നടക്കും. മാർച്ച് 11-ന് 8-ാം വിളക്കും 12-ന് പള്ളിവേട്ടയും ആഘോഷിക്കും. മാർച്ച് 13-ന് നടക്കുന്ന ആറാട്ടോടെയാണ് ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകുന്നത്. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം പബ്ലിക് ലൈബ്രറി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. നന്മ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. നോൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ഒരു വ്രതമാണ്. വ്രതം മാത്രമല്ല, ഏകാഗ്രത കൂടിയിട്ട് അവരുടെ വിശ്വാസത്തിനനുസരിച്ച് കൊണ്ട് ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഭക്ഷണമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, ഭക്ഷണം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ വ്രതമനുഷ്ഠിക്കുക, അതോടൊപ്പം തന്നെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക, അങ്ങനെ ഏകാഗ്രതയോട് കൂടിയിട്ട് ഈ സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിക്കാനുള്ള ചിട്ട പാലിക്കുക, പഠിക്കുക, പഠിപ്പിക്കുക എന്നുള്ളതൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത് വന്നത്. വിശ്വാസപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ശാസ്ത്രീയമായിട്ടും നോൻപ് എന്ന് പറയുന്നത് ശാരീരികമായും മാനസികമായും ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത് ചെറിയവനെന്നോ വലിയവനെന്നോ വ്യത്യാസമില്ലാതെ ഇത് അനുഷ്ഠിച്ചു പോകുമ്പോൾ ശാസ്ത്രീയമായും നോൻപ് അനുഷ്ഠിക്കുന്നത് ശരീരത്തിനും മനസ്സിനും എല്ലാം തന്നെ വളർച്ചയും ഉന്മേഷവും അതുപോലെ തന്നെ എന്താ പറയുക ശക്തിയും പകരുന്നത് ആണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരുന്നതാണ്. നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ, വൈസ് ചെയർപേഴ്സൺ CJ കൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. നമ്മൾ എന്ത് രാഷ്ട്രീയപരമായി പറയുകയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് മതപരമായി പറയുകയാണെങ്കിലും നമുക്ക് ഒരുമിച്ച് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ എന്നും ഒറ്റക്കെട്ടാണ്. അത് നമ്മൾക്ക് പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും എല്ലാം നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അത്തരത്തിൽ ഓണവും വിഷുവും റംസാനും എല്ലാം ഇത്തരത്തിൽ ഒരുമിച്ച് ആഘോഷിക്കുന്ന നമ്മുടെ നാടിൻ്റെ ഈ പ്രത്യേകത തന്നെയാണ് നമ്മുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുന്നിൽ കേരളത്തെ വളരെയധികം പ്രാധാന്യതയോടെ മുൻനിർത്തി കാണുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ PA മുഹമ്മദ് അലി, ആർദ്രം പാലിയേറ്റീവ് ഡോക്ടർ PT ഹമീദ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നവ്യ അമ്പൂക്കൻ എന്നിവരും നന്മ എക്സിക്യൂട്ടീവ് അംഗങ്ങളും പങ്കെടുത്തു. മാസ്റ്റർ ആക്സിലറേറ്റിംഗ് പെഡൽ എന്നാണ് സ്ട്രെസ്സിനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനുണ്ടാവുന്ന മാനസിക സംഘർഷം. ഇതിൽ ഏറ്റവും വലിയൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനുണ്ടാവുന്ന ഫിസിക്കൽ പ്രോബ്ലംസ് വളരെ എവിഡൻ്റ് ആയിരിക്കും, എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും. ഇപ്പം നമ്മുടെ കൂട്ടത്തിലൊരാൾക്ക് എന്തെങ്കിലും ഒരു രോഗം പിടിപെട്ടാൽ അയാളുടെ അസാന്നിധ്യം ഇവിടെ പ്രകടമാവും. നമ്മൾ അയാളെ പോയി കാണും, പരിചരണം കൊടുക്കും, അല്ലേ സാറേ? ആർദ്രത്തിൻ്റെ സേവകരവിടെ അടുത്തെത്തും. ആ രോഗം മൂർച്ഛിച്ചോ എന്നും ആ രോഗം കുറഞ്ഞോ എന്നും ആ രോഗത്തിൽ നിന്ന് അയാൾ മുക്തനായോ എന്നും നമുക്ക് മനസ്സിലാവും. പക്ഷെ മാനസിക സംഘർഷങ്ങളുടെ അവസ്ഥ എന്താ? ഒരാൾ ഈ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷം അനുഭവിക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ചിലപ്പോൾ ചിരിക്കുന്ന ഞാനായിരിക്കും, നല്ല വസ്ത്രം ധരിച്ച ആളുകളായിരിക്കും. മാനസിക സംഘർഷത്തിൻ്റെ പ്രശ്നം അത് സ്റ്റാൻഡേർഡൈസ്ഡ് അല്ല. ചോദിച്ചാൽ ഈ കൂട്ടത്തിൽ എല്ലാവർക്കും മാനസിക സംഘർഷം ഉണ്ടാവും. പക്ഷെ ഇതിൽ ഏത് സംഘർഷമാണ് ഏറ്റവും വലുതെന്ന് ഒരർത്ഥത്തിൽ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഫിസിക്കൽ ഇൻസിഡൻറ്റിൻ്റെ കാര്യം അങ്ങനെയല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് ചെയ്യാൻ പറ്റുന്ന, പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല നന്മ എന്ന് പറയുന്നത് സാന്ത്വനം, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുക, പാരസ്പര്യം പങ്കുവയ്ക്കുക, ഇങ്ങനെ കൂടിച്ചേർന്നിരിക്കുക എന്നുള്ളതാണ്. CCN ചെർപ്പുളശ്ശേരി. എളുമ്പുളശ്ശേരി ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ സ്മാരക ഗവൺമെന്റ് ITIയിൽ പുതുതായി നിർമ്മിച്ച വർക്ക്ഷോപ്പ് ക്ലാസ് റൂം കെട്ടിടം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. 1 കോടി രൂപ ചിലവഴിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ലഭ്യമാക്കുക എന്ന സർക്കാരിന്റെ ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് ഈ സ്ഥാപനം. വരും തലമുറയുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്ന ഒന്നായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ സന്തോഷ നിമിഷത്തിൽ ഒറ്റപ്പാലത്തെ ജനങ്ങൾക്കും ജില്ലാ പ്രതിനിധികൾക്കും ഒരിക്കൽ കൂടി എന്റെ ആശംസകൾ നേരുന്നു. ചടങ്ങിൽ ഒറ്റപ്പാലം നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു.
നാടിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളെ കൂടുതൽ കരുതലോടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക്, വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിശീലനം നേടാനും അവർക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ സാധ്യമാക്കാനും കഴിയുന്ന പ്രധാനപ്പെട്ട സ്ഥാപനമായിട്ടുള്ള ITIകളുടെ മെച്ചപ്പെട്ട സ്ഥിതി ഉറപ്പുവരുത്തുക എന്നുള്ളത്. ഒറ്റപ്പാലം മണ്ഡലത്തിൽ നമ്മുടെ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള ഏക സർക്കാർ ITI ആണ് നമ്മുടെ ലബലാശ്ശേരിയിലുള്ള ഈ നിരഞ്ജൻ സ്മാരക ITI. മറ്റൊരു ITI ഉള്ളത് പട്ടികജാതി വകുപ്പിന് കീഴിലാണ്. പാലപ്പുറത്ത് പട്ടികജാതി വകുപ്പിന് കീഴിൽ ഒരു ITI പ്രവർത്തിക്കുന്നുണ്ട്. ഈ രണ്ട് ITIകളും മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് വരാനും പഠിക്കാനും പഠനം പൂർത്തിയാകുന്നതോടുകൂടി തന്നെ അവർക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാനും വരുമാനം സാധ്യമാക്കാനും ഒക്കെ കഴിയുന്ന മികച്ച സ്ഥാപനങ്ങളായി മാറേണ്ടതുണ്ട്. കെട്ടിട നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ PWD ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും ചടങ്ങിൽ ആദരിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പ് മേഖല ജോയിന്റ് ഡയറക്ടർ ഇൻചാർജ് വികാസ് S സ്വാഗതം ആശംസിച്ചു. PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മഞ്ജുഷ അജിത് പദ്ധതിയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശോക് കുമാർ, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി, വൈസ് പ്രസിഡന്റ് രാജു കരിയോട്, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലാദേവി എന്നിവർ ആശംസകൾ നേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ P സുരേഷ്, ജയകൃഷ്ണൻ നടുപ്പറമ്പിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നസീമ ഷൌക്കത്ത്, പത്മജാക്ഷി, MV ബാലകൃഷ്ണൻ, മുഹമ്മദ് മുസ്തഫ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ITI പ്രിൻസിപ്പൽ KN പ്രജിത്ത് നന്ദി രേഖപ്പെടുത്തി. CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് പൂരത്തിന്റെ പ്രധാന ആകർഷണമായ ചെട്ടിവേല ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയും ആവേശകരമായ ജനപങ്കാളിത്തത്തോടെയും നടന്നു. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വേലകളും സാംസ്കാരിക ഘോഷയാത്രകളും ഇതിന് മാറ്റുകൂട്ടി. വൈകുന്നേരം 4 മണിയോടെ നെല്ലിപ്പുഴയിൽ നിന്നും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ സ്ഥാനീയ ചട്ടിയാന്മാരെ ആനയിച്ചു. പരിസമാപ്തി കുറിക്കുകയാണ്. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വേലകളും സാംസ്കാരിക ഘോഷയാത്രകളും ഇതിന് മാറ്റുകൂട്ടി. 6:30 നടന്ന ദീപാരാധനയ്ക്ക് ശേഷം 7 മണിയോടെ ആറാട്ടു ചടങ്ങുകൾ ആരംഭിച്ചു. മേളപ്രമാണിമാരായ മണ്ണാർക്കാട് ഹരിദാസ്, മോഹൻദാസ്, കല്ലുവഴി കണ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന വാദ്യമേളങ്ങൾ പൂരനഗരിയെ ആവേശത്തിലാഴ്ത്തി. ആറാട്ടിനു ശേഷം ക്ഷേത്രമുറ്റത്ത് നടന്ന 21 പ്രദക്ഷിണങ്ങൾ പൂർത്തിയായതോടെ കൊടിയിറങ്ങി. അത്താഴപൂജയോടെ ഈ വർഷത്തെ മണ്ണാർക്കാട് പൂരത്തിന് സമാപനമായി. CCN മണ്ണാർക്കാട്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ച ഡയാലിസിസ് സെന്റർ ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. ET മുഹമ്മദ് ബഷീർ MPയുടെയും
അബ്ദുസംതാനി എംപിയുടെയും പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 1,10,00,000 രൂപ ചിലവഴിച്ചാണ് ഡയാലിസിസ് സെന്റർ നിർമ്മാണം പൂർത്തീകരിച്ചത്. മഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയിലെ ഈ ജില്ലാ ആശുപത്രിയുടെ പോരായ്മകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് കുറേ കാലതാമസം വന്നെങ്കിലും നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ നിലവാരത്തിൽ നിൽക്കുന്ന ആ കൃത്യമായ സങ്കല്പത്തിലേക്ക് എത്താൻ ഇനിയും എത്രയോ ദൂരം പോകേണ്ടതുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് നമ്മളെല്ലാം കൂടി ഒത്തുപിടിക്കാം, എല്ലാവരും കൂടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് അങ്ങനെ വേഗത്തിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താനും ആ സ്വഭാവത്തിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഇപ്പോഴത്തെ MP എന്നുള്ളതിന് ഞാനും നേരത്തെ തന്നെ പ്രിയങ്കനായ ശിവദാനി സാഹിബും എല്ലാം നടത്തിയിട്ടുള്ള MP-യുടെ ഉപയോഗിച്ചിട്ടുള്ള സംഭാവനയുടെ ഫലമായി 1,10,00,000 രൂപ ചെലവ് വരുന്ന ഈ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിനിടെ അവിടെ പോയി കാണാനും മറ്റു സൗകര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാനും സാധിച്ചു. ഇന്റർവെൻഷണൽ റേഡിയോളജി ബ്ലോക്കിലാണ് യൂണിറ്റ് സജ്ജമാക്കിയിട്ടുള്ളത്. ആധുനിക സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റിൽ ആകെ 10 ഡയാലിസിസ് യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സൗകര്യമുണ്ടാകും. നിലവിൽ 8 ഡയാലിസിസ് യന്ത്രങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഒരേ സമയം 2 ഷിഫ്റ്റിൽ 16 രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാൻ സാധിക്കും. അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ PS ഷീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് R പ്രഭുദാസ്, ഡെപ്യൂട്ടി DMO ഡോക്ടർ A ഷിബുലാൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ കസേരയിലിരിക്കുന്നത് സ്പിരിറ്റ് കച്ചവടക്കാരനെന്ന് മുൻ MLA-യും CPM നേതാവുമായ PK ശശി. കോടിയേരി സഖാക്കളെ ചേർത്ത് നിർത്തിയിരുന്നു എന്നും എന്നാൽ ഇപ്പോൾ പാർട്ടിയിൽ ആ കരുതൽ ഇല്ലെന്നും ശശി പറഞ്ഞു. 1000-ലേറെ പേർ പങ്കെടുത്ത CPM വിമത കൺവെൻഷനിലാണ് ശശിയുടെ കടുത്ത വിമർശനങ്ങൾ. PK ശശിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. PK ശശി ഒന്നിനും കൊള്ളാത്തൊരുത്തനാണെന്നും അദ്ദേഹത്തെ മുഖവിലക്കെടുക്കുന്നില്ലെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. വിമത നീക്കത്തിന്റെ പേരിൽ PK ശശിയെ CPM-ൽ നിന്ന് പുറത്താക്കി. എളുമ്പുളശ്ശേരി ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ സ്മാരക ഗവൺമെന്റ് ITI-യിൽ പുതുതായി നിർമ്മിച്ച വർക്ക്ഷോപ്പ് ക്ലാസ് റൂം കെട്ടിടം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. 1 കോടി രൂപ ചിലവഴിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. മന്ത്രഘോഷങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവിലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് കൊടിയേറി. തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.